കേരളത്തിൽ 2000 ഓണച്ചന്തകൾ കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയും ഓണം സമൃദ്ധി ഓണച്ചന്തകൾ വിജയകരമായി നടത്തുന്നതിന് വേണ്ടി സാധിക്കുകയും ചെയ്തു. കർഷകരെയും ഉപഭോക്താക്കളെയും പരസ്പരം കൃത്യതയോടുകൂടി ഇണക്കിച്ചേർക്കാനും കർഷകർക്ക് മികച്ച വിപണനം സാധ്യമാക്കാനും അതോടൊപ്പം തന്നെ ടോട്ടൽ ഡിജിറ്റൽ വിപണനം നടത്താനും ഇത്തവണത്തെ ഓണസമൃദ്ധി കർഷക ചന്തകളിലൂടെ സാധിക്കുകയുണ്ടായി. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം ഗുണമേന്മയുള്ള പച്ചക്കറികൾ ഉപഭോക്താവിൻ്റെ കൈകളിലേക്ക് എത്തിക്കാൻ നാട്ടിൽ കൃഷി ചെയ്യുന്ന കർഷകരുടെ ഉൽപ്പന്നങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറിയത്. ആദ്യമായി കതിർ ആപ്പ് ഇതിനുവേണ്ടി ഉപയോഗിക്കുകയും ഓരോ സമയത്ത് വരുന്നതായ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ടീം ബിൽഡിംഗ് നടത്തുകയും അത് കൃത്യമായി പൂർണ്ണതയിലെത്തിക്കാനും സാധിച്ചു. സമ്പൂർണമായും ഡിജിറ്റലായിരുന്നു എന്നുള്ളത് മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണ്. മുഴുവൻ കർഷകർക്കും അവർ നൽകിയ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പണം സമ്പൂർണമായി നൽകിക്കഴിഞ്ഞു, അവരുടെ അക്കൗണ്ടുകളിലേക്ക് നൽകിക്കഴിഞ്ഞു. അതിലാകെ പ്രശ്നം വന്നത് അക്കൗണ്ട് നമ്പറിൻ്റെയും IFSC നമ്പറിൻ്റെയും കറക്ഷൻ ആവശ്യമുള്ളതായിരിക്കുന്ന കുറച്ച് നമ്പേഴ്സ് അല്ലാതെ ബാക്കിയെല്ലാം അക്കൗണ്ടിലേക്ക് പണം പോകാനുള്ള നടപടികൾ സ്വീകരിച്ചു. അക്കൗണ്ടിലേക്ക് അക്കൗണ്ടഡായി. ഇതിൽ 202 കർഷകരുടെ 3.09 ലക്ഷം രൂപയാണ് ഇങ്ങനെ കറക്ഷൻ വേണ്ടി വന്നിട്ടുള്ളത്. ആ കറക്ഷൻ ചുരുങ്ങിയ ദിവസം കൊണ്ട് തിങ്കൾ ചൊവ്വയോടുകൂടി അത് പൂർണ്ണതയിൽ ആയിത്തീരും. 3.09 ലക്ഷം രൂപ മാത്രമാണ് അതിൽ കറക്ഷൻ ആവശ്യമായി വന്ന കേസസ്. അത് 202 കർഷകരുടെ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 2,06,549 ടൺ കാർഷിക ഉൽപ്പന്നങ്ങൾ വിവിധ സ്രോതസ്സുകളിലൂടെ ശേഖരിച്ചു. 2000 മാർക്കറ്റുകളിലൂടെ അത് നൽകാനുള്ള നടപടിയെടുത്തു. ഉൽപ്പന്നങ്ങളുടെ ആകെ വിപണി മൂലം 14,25 ലക്ഷം രൂപയുടെ വിപണി മൂല്യമുള്ള പച്ചക്കറികൾ വിതരണം ചെയ്യാൻ ഇത്തവണ സാധിച്ചു. 14,25 ലക്ഷം. രണ്ട് 2,94,785 ഉപഭോക്താക്കൾ ഓണവിപണിയിൽ എത്തുകയുണ്ടായി. (14,212) കർഷകർക്ക്, കേരളത്തിലെ 14,212 കർഷകർക്ക് ഇതിൻ്റെ ഗുണം ലഭിച്ചു. ആ 14.25 കോടിയുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചു. ചന്തകളിലൂടെ എത്തിയതായ 2,94,785. അത് നേരത്തെ ശേഖരിച്ച പച്ചക്കറിയുടെ പണം കർഷകർക്ക് പെൻഡിങ് ആയതാണ്.
അത് അക്കൗണ്ട് നമ്പറും IFSC കോഡും കറക്ഷൻ വേണ്ടി വന്ന കേസസാണ്. അത് തിങ്കളാഴ്ചയോട് കൂടി കൊടുത്തു തീർക്കും, പരിഹരിക്കും. ഇത് കഴിഞ്ഞ ഓണ സീസൺ തുടങ്ങുന്നതിൻ്റെ കേവലം ഒരു 2 ആഴ്ച മുമ്പെയാണ് ഇതിൻ്റെ പ്രവർത്തനം അതിൻ്റെ നല്ല രീതിയിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് സെറ്റ് ചെയ്യാൻ സാധിച്ചത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കാര്യം തുറന്നു പറയുന്നതിൽ ബുദ്ധിമുട്ടില്ല. പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ ഏത് ഗവൺമെൻറ് ആണെങ്കിലും അവിടെ പച്ചക്കറിയുടെയും അവശ്യ സാധനങ്ങളുടെയും വില വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇടത്തരക്കാരുടെയും പൂഴ്ത്തിവെപ്പുകാരുടെയും ചില കച്ചവടക്കാരുടെയും സമീപനമാണ്. അതിനെ തടയിടുന്നതിന് വേണ്ടി ഇടയ്ക്ക് വച്ച് പച്ചക്കറി മാർക്കറ്റിലെ 2000 പച്ചക്കറി കടകളിലെ വിലയും ഫിക്സ് ചെയ്ത് കുറയ്ക്കാൻ നേതൃത്വം കൊടുത്തു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സവാളയുടെ വില 58-60 രൂപ വരെ ക്രമാതീതമായി അങ്ങ് ഉയർത്തുകയാണ്. അപ്പോൾ പച്ചക്കറി ചന്തയിൽ 35 രൂപ അറൗണ്ട് കൊടുക്കാനുള്ള നടപടിയെടുത്തു. അങ്ങനെ വിപണിയിൽ വ്യാപകമായ രീതിയിലുള്ള ഇടപെടൽ. അപ്പോൾ ഓണം മാർക്കറ്റിലെ വില അനുസരിച്ച് കുറയ്ക്കാൻ മറ്റുള്ളവരും തയ്യാറാകേണ്ടി വന്നു. ഇതിലൊരു കാര്യം കൂടെ പറയുന്നു, ശബരിമല സീസൺ ഉൾപ്പെടെ ഓണം ഉൾപ്പെടെ വിശേഷാൽ അവസരങ്ങളിൽ കൃത്രിമ വിലക്കയറ്റം ഉണ്ടാക്കാനുള്ള ശ്രമത്തെ സർക്കാർ പ്രതിരോധിക്കും. അതിന് കൃഷി വകുപ്പ് പച്ചക്കറികളുടെ കാര്യത്തിൽ ഉൾപ്പെടെ വളരെ സീരിയസ് ആയിട്ടുള്ള മാർക്കറ്റ് ഇൻ്റർവെൻഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫെസ്റ്റിവൽ സീസൺസിലും ശബരിമല സീസണിലും കൃത്യമായി ഇടപെടാനുള്ള നടപടി ഇതിൻ്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വരുന്ന സെപ്റ്റംബർ മാസം 2-ാം തീയതി നാളികേര ദിനമാണ്. സംസ്ഥാന കൃഷി വകുപ്പിൻ്റെയും കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെയും നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വഴുതക്കാട് കാർമൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചുകൊണ്ട് സംസ്ഥാനതല കേരോത്സവം പരിപാടി നടക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. അന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം നാളികേരവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മുഴുവൻ യോഗം വിളിച്ചിരിക്കുക. അതിൽ നാളികേര കർഷകർ, FPO, FPC, കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ്, കേര ഉൾപ്പെടെ കൃഷി വകുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ഏജൻസീസിൻ്റെയും ഒന്നിച്ചുള്ള യോഗം വിളിച്ചിരിക്കുക. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീറ്റിംഗിൽ കേരളത്തിലെ നാളികേര പുനരുജ്ജീവന പദ്ധതിക്ക് രൂപീകരിക്കാനുള്ള തുടക്കം കുറിക്കും.